ക്ഷേത്രകുളത്തിൽ കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ. കാസർഗോഡ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിലാണ് നൂറ്റാണ്ടുകൾ ചരിത്രം പറയുന്ന ശിലാചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രകുളത്തിലെ ശിലാചിത്രങ്ങൾ 2000 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പ്രസിദ്ധമായ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആമക്കുളത്തിന്റെ കരയിൽ മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ കണ്ടെത്തി. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കാൽപ്പാടുകളാണ് പാറയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊത്തിവെച്ചിട്ടുള്ളത്. നിരവധി ഭക്തജനങ്ങൾ ദിവസവും ഉച്ചനേരത്ത് ചർമ്മ രോഗശമനത്തിനായി ആമകൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നതിലൂടെ പ്രശസ്തമായ ആമക്കുളത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ ആമക്കുളത്തിന് നടുവിലായി കൂർമാവതാരത്തിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമുണ്ട്. മനുഷ്യന്റെ ഒരു ജോഡി കാൽപ്പാടുകളും മൃഗങ്ങളുടെ നിരവധി കാൽപ്പാടുകളുമാണ് 2000 വർഷം മുമ്പുള്ള സംസ്കാരത്തിന്റെ ചരിത്ര സാക്ഷിയായി ഇന്നും നശിക്കപ്പെടാതെ നിലനിൽക്കുന്നത്. ശിലാചിത്രങ്ങൾ കണ്ടെത്തിയ ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിലെന്ന പോലെ പള്ളം എന്നറിയപ്പെടുന്ന ജലാശയത്തിന്റെ കരയിലാണ് ആമക്കുളത്തെയും ശിലാചിത്രമുള്ളത്. ആമക്കുളത്തിലെ ആമയൂട്ടിനെ കുറിച്ച് ചരിത്ര വിഭാഗം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളായ AK അമൃത, K ശ്രീനന്ദ എന്നിവരിൽ നിന്ന് അറിഞ്ഞ ചരിത്ര ഗവേഷകനും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചുവച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപമുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന 1000-ലധികം ശിലാചിത്രങ്ങൾക്ക് 2000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമക്കുളത്തിനടുത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ കാൽപ്പാടുകൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത. എരിക്കുളം ഉമ്മിച്ചിയിൽ മൃഗങ്ങളുടെ 10-ലധികം കാൽപ്പാടുകൾ പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ചീമേനി അരിയിട്ടപ്പാറയിലും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾക്ക് പുറമെ മൃഗങ്ങളുടെ 60-ലധികം കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി.